പങ്കുവയ്ക്കുമ്പോൾ കുറയുന്നതാണ് സങ്കടങ്ങൾ, പങ്കുവയ്ക്കുമ്പോൾ കൂടുന്നതാണ് സ്നേഹവും സന്തോഷവും. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കൂടെ സന്തോഷിക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ ഒരു ഉയർച്ച വരുമ്പോൾ അവരുടെ കൂടെയാകാൻ, അവരുടെ ആ ഉയർച്ചയിൽ അവർക്ക് നല്ലത് നേരാൻ പലപ്പോഴും നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ്. ആരെയും അഭിനന്ദിക്കാനോ ആരെയും പ്രോത്സാഹിപ്പിക്കാനോ അവരുടെ വളർച്ചയിൽ കൂടെ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്താനോ നമുക്ക് പറ്റാറില്ല എന്നുള്ളതാണ്. ഇന്ന് നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കിട്ടിയപ്പോൾ മനസ്സിലാക്കണം, നഷ്ടപ്പെട്ടതാണ്, ലാഭമൊന്നുമല്ല. യജമാനൻ ചെയ്യുന്നത്രയേ ഉള്ളൂ, നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടിയതിൻ്റെ പേരിൽ സന്തോഷിക്കുക. ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക. എന്നാലും നമ്മുടെയൊക്കെ ജീവിതം സ്നേഹം കൊണ്ട് നിറയുള്ളൂ എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ പറ്റുള്ളൂ. വലിയൊരു കാര്യം വരട്ടെ എന്ന് വെച്ച് ഇങ്ങനെ കാത്തിരിക്കരുത്. അല്ലെങ്കിൽ കുടുംബജീവിതമൊക്കെ മരവിച്ച് പോകുന്നുള്ളതാണ്. പരസ്പരം സംസാരങ്ങളില്ലാതെ, പരസ്പരം ബന്ധങ്ങളില്ലാതെ ഇങ്ങനെ മരവിച്ച് പോകും. നമ്മുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ ഒരുമിച്ച് കൂടാൻ വേണ്ടി ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാക്കിയൊന്ന് ഒരു മാസം കൂടുമ്പോഴോ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഈ ബന്ധങ്ങൾ ആഴപ്പെടുക എന്നുള്ളതാണ്. അത് നമ്മൾ ഉണ്ടാക്കണം. ഇന്ന് ഇവിടെ ഒരു സന്തോഷം ഉണ്ടാക്കിയത് എന്താ? നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ തിരിച്ചു കിട്ടി എന്നുള്ളത്. ആ സന്തോഷം ഉണ്ടാക്കുകയാണ്. അവരുടെ ഒപ്പം ആഹ്ലാദിക്കുകയാണ്. ഇതുപോലെ ഒരു ബർത്ത്ഡേ ആകാം, അല്ലെങ്കിൽ എൻ്റെ മകൻ കൂടുതൽ മാർക്ക് വാങ്ങിയതാകാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചതാകാം. അങ്ങനെ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കി അതിനെ ഒരു ഉത്സവമാക്കി, സ്നേഹത്തിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.